നാളെ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. സർ, ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഇൻഫ്ലേഷൻ ആക്ച്വലി? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീർത്തിരിക്കുന്ന അവസ്ഥ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക അവസ്ഥയിൽ പൈസയാണ് അല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 100 സാധനങ്ങളുള്ള ഒരു എക്കോണമി, എല്ലാ സാധനത്തിനും 1 രൂപയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 100 സാധനം 100 രൂപ. അപ്പോൾ സാധനത്തിന് പിന്നാലെ പൈസ ചെല്ലുന്നു, പൈസ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ 0 ആണ്, ഇൻഫ്ലേഷൻ ഒന്നുമില്ല. തുല്യമായ സാധനങ്ങളും സേവനങ്ങളും തുല്യമായ പൈസയും കറസ്പോണ്ടിങ് ആണ്. അത്രേ ഉള്ളൂ. അതാണ് 0. ഒരു ഐഡിയൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ എക്കോണമിയിൽ 110 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, 100 രൂപയുടെ സാധനങ്ങളും സേവനങ്ങളും. അപ്പോൾ ഈ 10 രൂപ എന്ന് പറയുന്നത് എക്സ്ട്രാ ആണ്. ഈ 10 രൂപ എങ്ങനെയാണ് ഈ എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നത്? ഈ 10 രൂപ എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നത്, ഞാനൊരു അനോളജി പറയുകയാണ്, ഒരു ഉദാഹരണം പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പം ഇതാണോ ഇൻഫ്ലേഷൻ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് വേണ്ടത്? ഇവല്യൂഷൻ്റെ കാര്യം പറഞ്ഞാണ്. ഒരു കാര്യം പറഞ്ഞ് അതിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് വരുമ്പോൾ ട്രെയിനിൽ നിന്ന് ആടുന്നാണോ ഇവല്യൂഷൻ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള എന്താണ് പറയുന്നത്? പോട്ടെ. അപ്പം ഈ 10% ക്യാഷ് അല്ലെങ്കിൽ മണി ഇവിടെ ഉണ്ട്. പക്ഷേ 100 രൂപയുടെ സാധനമേ ഉള്ളൂ. 110 രൂപ ഉണ്ടെങ്കിൽ ഈ 10% ഇൻഫ്ലേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ സാധനത്തിനും 1 രൂപയായിരുന്ന സാധനത്തിന് 1 രൂപ 10 പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ 10% വില വർധന ഉണ്ടാവും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ എക്കോണമിയിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. കാരണം ഒരു എക്കോണമി ഒന്നും ഒരിക്കലും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഐഡിയൽ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര അധികം പൈസ ഉണ്ടാവുന്നു, അപ്പം ഈ സാധനങ്ങളും സേവനങ്ങളും അത് പിന്നെ ഡിമാൻഡ് അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വരുന്ന കാര്യമാണ്. അപ്പോൾ മണി കൂടുതലാണ്. ചിലപ്പോൾ മണി അടിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് കൂടുതൽ പൈസ അടിച്ചിറക്കാൻ പാടില്ലെന്ന് പറയുന്നത്? എല്ലാവർക്കും കുറച്ച് പൈസ അങ്ങ് അടിച്ചിറക്കി കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും കയ്യിൽ പൈസയാവും. അപ്പോൾ ഈ പൈസയായിട്ട് എല്ലാവരും മാർക്കറ്റിലേക്ക് ഓടും. അപ്പോൾ ഈ സാധനങ്ങളും സേവനങ്ങളും ഇരിക്കുന്ന അതിൻ്റെ വില കൂടും. അതാണ് നാണ്യപ്പെരുപ്പം വിലക്കയറ്റത്തിലേക്ക് നയിക്കും എന്ന് പറയുന്നത്. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. 100 രൂപ 100 രൂപയുടെ സാധനങ്ങൾ, അപ്പോൾ 110 രൂപ വരുന്നു. അപ്പോൾ ഈ 10 രൂപ അധികം ആണ്, അമിതമാണ്, അനാവശ്യമാണ്. ഈ 10 രൂപ എങ്ങനെയാണ് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നിലവിലുള്ള സാധനങ്ങൾ വില 10% കൊണ്ട് കൂടുന്നു. അപ്പോൾ എന്തായി? 110 രൂപയുടെ സാധനം 110 രൂപ, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി പഴയ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ സാധനമേ ഉള്ളൂ. അപ്പോൾ 10% വില കൂടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം റിലേറ്റീവ് ആണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം.